ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് US ഇനിഷ്യേറ്റ് ചെയ്ത ട്രേഡ് വാർ നമ്മുടെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അത് ബാധിക്കാതിരിക്കാനായിട്ട് ഗവൺമെൻറ് എടുക്കേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണ്, ഗവൺമെൻറ് ഏതെല്ലാം സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തെല്ലാമാണെന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ട്രേഡ് വാർ ഇനിഷ്യേറ്റ് ചെയ്തത്? US എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നൊരു കൺട്രിയാണ്. കാര്യം US പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ വലുതാണ്, ലേബർ കോസ്റ്റ് വലുതാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഹ്യൂജ് ആണ് ശരിക്കും. ആ പ്രൊഡക്ഷൻ കോസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് പൊതുവേ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുള്ള കൺട്രീസിൽ നിന്നും, ലൈക്ക് ചൈന പോലെയുള്ള കൺട്രിയിൽ നിന്നും US ഏറ്റവും കൂടുതൽ സാധനങ്ങൾ US ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ US ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വാല്യൂ വേഴ്സസ് പല കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് വന്നിട്ട് $900 ബില്യൺ മുകളിലേക്ക് പോയി. ദാറ്റ് മീൻസ് ട്രേഡ് ഡെഫിസിറ്റ് പല പല കൺട്രികൾക്കും പൈസ കൊടുക്കാനുണ്ട്, ട്രേഡ് ഡിഫറൻസ് കൊണ്ട്. ശരിക്കും ഇതാണ് പ്രേരിപ്പിച്ച ഏറ്റവും വലിയ കാര്യം. ട്രേഡ് ഡെഫിസിറ്റ് കൂടിക്കഴിഞ്ഞാൽ കൺട്രിയുടെ എക്കോണമിയെ സീരിയസ് ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് എത്തേണ്ട ലെവലിൽ എത്തിക്കഴിഞ്ഞു, അതിപ്പോൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രിക്ക് തന്നെ പിടിവിട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു റിയലൈസേഷൻ്റെ പുറത്താണ് ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഇതിന് മുമ്പൊന്നും ഗവൺമെന്റ്സ് ഒന്നും ഇത്രയും സീരിയസ് ആയിട്ട് ഈ ട്രേഡ് വാറിനെ കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു, എസ്പെഷ്യലി കഴിഞ്ഞ ഗവൺമെന്റ്, ബൈഡന്റെ ഗവൺമെന്റ്. പക്ഷേ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ട്രേഡ് വാറിൽ പോവാണ്. കാര്യം എൻ്റെ കൺട്രിയിലേക്കുള്ള ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അത് അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൺട്രിയുടെ നിലനിൽപ്പിന്റെ പാർട്ടാണ്. ഇതിന്റെ ബേസിലാണ് യുഎസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പല കൺട്രീസും, എസ്പെഷ്യലി ചൈന കണക്കുള്ള വലിയ യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ്. ചൈനയുടെ യുഎസിലേക്കുള്ള എക്സ്പോർട്ട് വന്നിട്ട് $500 ബില്യൺ മുകളിലാണ്. അതേസമയം ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ വർത്ത് വന്നിട്ട് സംതിങ് അറൗണ്ട് $150 ബില്യൺ ഉള്ളൂ. ദാറ്റ് മീൻസ് ചൈന എന്ന് പറയുന്നത് $350 ബില്യൺ മുകളിൽ യുഎസുമായിട്ട് ട്രേഡ് പ്ലസ്സിലാണ്. അത് കണക്ക് കാനഡ, അത് കണക്ക് ഓൾമോസ്റ്റ് ഓൾ ദി കൺട്രീസ് ഇൻ ദി വേൾഡ് അവർക്ക് ട്രേഡ് ഡെഫിസിറ്റ് എവിടെയൊക്കെ ഉണ്ടോ അവർ മേക്കപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അറ്റ് പ്രസന്റ്. നമ്മുടെ ഇന്ത്യ ആയിട്ട് നോക്കാൻ നേരത്തെ സംതിങ് അറൗണ്ട് $100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണെന്നാണ് US ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഡേറ്റ പ്രകാരം അത്രയില്ല, സംതിങ് അറൗണ്ട് 60-70 ട്രേഡ് ബില്യൺ വ്യത്യാസമേ നമ്മുടെ ഡേറ്റ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എനിവേ, നമുക്ക് 100 തന്നെ എടുക്കാം. ഇൻ ജനറൽ നമുക്ക് 100 തന്നെ എടുക്കാം. നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പോർട്സ് എന്ന് പറയുന്നത് അക്രോസ് വേൾഡ് $814 ബില്യൺ ആണ്. നമ്മൾ മെയിനായിട്ട് യുഎസിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, അഗ്രികൾച്ചർ ഐറ്റംസ് ഉണ്ട്, സോ മെനി വെറൈറ്റീസ് ഐറ്റംസ് നമ്മൾ യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടല്ലേ നമ്മുടെ ഇന്ത്യൻ പ്രീമിയറും US പ്രീമിയറും തമ്മിലുള്ള ഒരു വലിയൊരു ഡിസ്കഷൻ, എങ്ങനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച ട്രംപ് ഒന്നുകൂടെ വേൾഡ് രാജ്യങ്ങളോട് പറഞ്ഞു, ട്രേഡ് വാറിനകത്ത് ഏതെല്ലാം കൺട്രീസ് യുഎസിന്റെ പ്രൊഡക്ട്സിന് അവർ ടാക്സ് ആഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ പുറത്ത് US വീണ്ടും റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുവാണ് effective from April. അത് ട്രേഡ് വാറിന്റെ രൂക്ഷതയെ കൂട്ടത്തുള്ളൂ ഇൻ ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ. ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ തന്നെ യുഎസിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രൊഡക്ഷന്റെ കോസ്റ്റ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അതുകൊണ്ടാണ് അവർ അക്രോസ് വേൾഡിൽ നിന്ന് അവർ ധാരാളം ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ സാധനങ്ങൾ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇമ്പോർട്ടിന്റെ പുറത്ത് ടാക്സ് ആഡ് ചെയ്താൽ നാച്ചുറലാണ് അവിടുത്തെ ജനങ്ങളുടെ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ കൺട്രിയുടെ എക്സിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇന്ത്യ US ഡിസ്കഷന്റെ പുറത്ത് എടുത്ത ഏതാനും പോയിന്റ്സ് നമുക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, സംതിങ് അറൗണ്ട് $80-100 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ്, ബേസിക്കലി ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി, ഇൻഫാക്ട് നിങ്ങൾ നോക്കാൻ നേരത്തെ US എന്നുള്ള പല ഇമ്പോർട്ടുകൾക്കും ഹ്യൂജ് താരിഫാണ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇൻ ജനറൽ നമ്മൾ മോട്ടോർ സൈക്കിൾ എടുത്താലും കാർ എടുത്താലും ഒക്കെ സംതിങ് അറൗണ്ട് 70% വരെ ടാക്സ് പോയിട്ടുണ്ട്, ഇമ്പോർട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ. US പല കേസിലും ഡൊണാൾഡ് ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണത്തിന്റെ സമയത്ത് പോലും ആ ഒരു ഡിസ്പ്ലഷർ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഇത്രയും വലിയ ടാക്സിനെ കുറിച്ച് ബേസിക്കലി. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നമ്മൾ US ഇമ്പോർട്ട് ചെയ്യുന്ന പല സാധനങ്ങളുടെയും ടാക്സ് താരിഫ് നമ്മൾ കുറച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്റെ ബേസിലാണ് നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും US പ്രസിഡന്റും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ 2 ദിവസം മുമ്പ് കംപ്ലീറ്റ് ചെയ്തത്. ശരിക്കും അതിന്റെ പുറത്ത് US എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും.
US എക്സ്പെക്ട് ചെയ്യുന്നത് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് US ഡിഫൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, US ഡിഫൻസ് എക്സ്പോർട്സ് ടു ഇന്ത്യ അത് സ്മൂത്ത് ആക്കുക, സീംലെസ് ആക്കുക, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വർത്ത് കൂട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം US പറയുന്നത് ഇപ്പം അറ്റ് പ്രസന്റ് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ മേടിക്കുന്നത്. സംതിങ് അറൗണ്ട് 30% ആണ് റഷ്യയുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട്സിൽ ഇൻ ജനറൽ നോക്കാൻ നേരത്തെ. ആ റഷ്യയുടെ സ്ഥാനത്ത് US പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് US പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം. ട്രേഡ് ഡെഫിസിറ്റ് മാറണമെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇമ്പോർട്ട്സ് US നിന്നും ഇന്ത്യയിലേക്ക് വരണം. അതിൻ്റെ വലിയൊരു കാര്യം ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു കാലത്ത് റഷ്യയുടെ ഒരു പാർട്ട് ഓഫ് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ആ ക്രൂഡിൻ്റെ വലിയൊരു പാർട്ട് US സ്വിച്ച് ഓവർ ചെയ്താലും നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. കാര്യം വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് പരിധിവരെ കുറഞ്ഞു കിട്ടും. സോ ഡിഫൻസ് ആണ് ഒരു സെക്ടർ. രണ്ടാമത്തെ കാര്യം ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. മൂന്നാമത്തെ കാര്യം US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം അറ്റ് പ്രസന്റ് സീരിയസ് ആയിട്ട് മോർ ദാൻ 30 ഐറ്റംസിന്റെ US നിന്നുള്ള 30 ഐറ്റംസിന്റെ ടാക്സ് റീകൺസിഡറേഷൻ നമ്മൾ അറ്റ് പ്രസന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ലെവലിൽ നമുക്ക് ടാക്സ് കുറയ്ക്കാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ഡെഫിസിറ്റ് US കമ്പയർ ചെയ്യുമ്പോഴുള്ള നമ്മൾ ട്രേഡ് പ്ലസിലാണ്. ആ ട്രേഡ് പ്ലസും മാറി US സംബന്ധിച്ച് ട്രേഡ് ഡെഫിസിറ്റ് മാറി ഒരു ബാലൻസ് ഓഫ് ട്രേഡ് കൊണ്ടുവരാനായിട്ട് US നിന്നുള്ള ഇമ്പോർട്ട്സ് വളരെ ക്രിട്ടിക്കലായിട്ട് സമയത്താണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പരിധിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. കാര്യം ബേസിക്കലി ഡിഫൻസും ഓയിലും വരുന്നതോടുകൂടി ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ നല്ലവണ്ണം മാനേജ് ചെയ്യാൻ തീർച്ചയായും US സംബന്ധിച്ച് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കും. കാര്യം 2030 കൂടി ഇന്ത്യ US ട്രേഡ് ഡീൽ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് $500 ബില്യൺ ആണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ദാറ്റ് മീൻസ് അറ്റ് പ്രസന്റ് US എന്ന് പറയുന്നത് ചൈന US എക്സ്പോർട്ട് ചെയ്യുന്നത് 500 കോടി ബില്യൺ ഡോളറിന്റെ മുകളിലാണെങ്കിൽ US ഇന്ത്യ ട്രേഡിന്റെ ഹോൾ പുട്ട് ടുഗദർ $500 ബില്യൺ ആണ് 2030 കൂടി നമ്മൾ US ട്രേഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതിൻ്റെ ആയിട്ട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇനി ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ സപ്പോസ് ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും റെസിപ്രോക്കൽ ടാക്സ് വരികയാണെന്ന് വിചാരിക്കുക ഏപ്രിൽ മുതൽ. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. സപ്പോസ് വരികയാണെങ്കിൽ രണ്ട് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഒന്ന് അഗ്രികൾച്ചറും ഒന്ന് ട്രാൻസ്പോർട്ടേഷനും. ഈ രണ്ട് ഇൻഡസ്ട്രി മാത്രമല്ല വളരെ വൾനറബിൾ ആയിട്ടുള്ള വേറെയും ഇൻഡസ്ട്രീസ് വരും. ടെക്സ്റ്റൈൽസ് വരും, ജുവലറി വരും, വേരിയസ് ഫുഡ് വിയേഴ്സ് ഫുഡ് വിയേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനീസ് വരും. അതിനോടൊപ്പം തന്നെ ക്രിട്ടിക്കലായിട്ട് ഫാക്ടർ ഫാമയാണ്. ശരിക്കും ഫാമ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമ എന്ന് പറയുന്നത് വേൾഡ് ഫാമയിലെ വൺ ഓഫ് ദ മെയിൻ ഹബ്ബാണ്, എസ്പെഷ്യലി ഹൈദരാബാദ്. ഇന്ത്യൻ ഫാമയാണ് US ജനറിക് മാർക്കറ്റിലെ വൺ ഓഫ് ദ ഡോമിനന്റ് പ്ലെയർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഏറ്റവും ലീഡ് ചെയ്യുന്ന കമ്പനീസ് ഇന്ത്യൻ ഫാമ കമ്പനീസ് ആണ്. അപ്പം ഫാമയെ സംബന്ധിച്ച് ഇൻ ജനറൽ നമ്മൾ നോക്കാനാണെങ്കിൽ കഴിഞ്ഞ ബൈഡൻ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പോൾ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് ആണെങ്കിലും അവരെ സംബന്ധിച്ച് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അവരുടെ ക്രിട്ടിക്കൽ സെക്ടറാണ്. ആ സെക്ടറിൽ അവർ ഒരു കോംപ്രമൈസിനും തയ്യാറാകത്തില്ല. കാര്യം ജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ റെസിപ്രോക്കൽ ടാക്സ് ഒക്കെ വന്നാൽ ഇന്ത്യൻ ഫാമ ഇൻഡസ്ട്രിയെ ബാധിക്കുമെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇൻ ജനറൽ ഞാൻ പറഞ്ഞതാണ്, കമ്പാരിറ്റീവ്ലി കുറവാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു പേഴ്സണൽ നിഗമനം. റിപ്പോർട്ട്സ് പ്രകാരം ഇന്ത്യൻ PM-ഉം US പ്രശ്നമായിട്ടുള്ള ടോക്സ് വളരെ കൊടിയിലായിട്ടാണ് കഴിഞ്ഞത്. വളരെ ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് രണ്ട് ഗവൺമെന്റ് തമ്മിൽ സോഫാർ വന്നിട്ടുള്ളത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വർക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വ്യത്യാസങ്ങൾ ഈ വരുന്ന 2 മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം ഇതിനകത്തുള്ള ഒരു ക്യാച്ച് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡിഫൻസ് ഇമ്പോർട്ട്സ് ഇന്ത്യയിലേക്കുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ റഷ്യ അല്ലെങ്കിൽ വേറൊരു കൺട്രിയെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഓയിൽ US നിന്ന് മേടിക്കുമ്പോൾ US എന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വലിയൊരു ഇഷ്യൂ ആണ് നമ്മളെ സംബന്ധിച്ച്. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും US ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന കോസ്റ്റും കൂടെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലേക്കുള്ള ലാൻഡിങ് ഓഫ് ദി ക്രൂഡ് ഓയിൽ, ആ റോ ക്രൂഡിന്റെ ഇന്ത്യയിലുള്ള ലാൻഡിങ് പ്രൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ മറ്റുള്ള കൺട്രിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും എന്താ പറയണ്ടേ ആ ലെവലിൽ വന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചത് ബെനിഫിഷ്യൽ ആകത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും കൂടെ ചേർന്നുള്ള ലാൻഡിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് ലാൻഡിങ് കോസ്റ്റിനെക്കാട്ടിലും ഒന്നിലെ അതേ പ്രൈസ് ആകാം, അല്ല അതിനേക്കാളും താഴെ നിന്നാൽ മാത്രമേ ആസ് എ കൺട്രി നമുക്ക് അതിന്റെ പ്രയോജനം ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ചലഞ്ചിങ് പോയിന്റ് തന്നെയാണ്. എങ്ങനെയാണ് രണ്ട് ഗവൺമെന്റ്സ് ചേർന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ നമുക്ക് ക്ലാരിറ്റി തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നൗ കമ്മിങ് ടു ദി ലാസ്റ്റ് പോയിന്റ്. സപ്പോസ് US ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും കൂടെ ചേർന്ന് അമിക്കബിൾ ആയിട്ട് ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സെറ്റിൽമെന്റ് വരുന്നു. അതിനോടൊപ്പം തന്നെ
അടുത്ത ഫിനാൻഷ്യൽ ഇയർ പോലെ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്കുള്ള ടാക്സ് റിബേറ്റ് പ്രാവർത്തികമാകുവാണ്. അതിനോടൊപ്പം തന്നെ RBI 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് കുറയ്ക്കൊണ്ട് ചെയ്തുകൂടി. അതിൻ്റെ 2 കാര്യങ്ങൾ കൺഫേം ആണ്. RBI റേറ്റ് കുറച്ചതും ടാക്സിന്റെ 12 lakhs വരെയുള്ള ടാക്സിന്റെ കാര്യം കൺഫേം ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം ട്രേഡിൽ ഇന്ത്യ ഗവൺമെന്റും US ഗവൺമെന്റും തമ്മിലുള്ള അമിക്കബിൾ സെറ്റിൽമെന്റ് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് സംഭവിക്കുന്ന സമയത്ത് അത് മാർക്കറ്റ് വലിയൊരു സ്റ്റെബിലിറ്റിയുള്ള സാധ്യതകൾ നമുക്ക് തീർച്ചയായും ഇനിയത്തെ ദിവസങ്ങൾ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാൻ സാധിക്കും. സോ സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുപിട്ടാം.